ശ്രീമദ് ഭഗവത്ഗീത സുദർശനം പ്രഭാഷണ പരമ്പരയുടെ 12ാം ഭാഗത്തിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. കഴിഞ്ഞ ചില ഭാഗങ്ങളിലായി ഗീത 2ാം അധ്യായം സാഖ്യയോഗത്തിലെ ശ്ലോകങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രഭാഷണങ്ങളെക്കുറിച്ച് ചുരുക്കം ചിലർ എനിക്ക് പ്രതികരണങ്ങൾ അയക്കാറുണ്ട്. ഇവരെല്ലാം തന്നെ ഈ പ്രഭാഷണങ്ങളെ വളരെ ഗൗരവബുദ്ധിയോടെ കേൾക്കുന്നവരാണ് എന്നതിനാൽ പ്രതികരണങ്ങൾ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. അതിലേറെ ചെയ്യുന്ന കർമ്മം സാർത്ഥകമാണെന്ന് അറിയുന്നതിലുള്ള സംതൃപ്തിയും. തുടർന്നും പ്രഭാഷണങ്ങൾ കേട്ടിട്ട് അതേക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗീതാവ്യാഖ്യാനങ്ങളുടെ പൊതുരീതിയിൽ നിന്നും കുറേയേറെ വ്യത്യാസത്തോടെ യുക്തിഭദ്രമായി ഗീതയെ അവതരിപ്പിക്കുകയാണ് എൻ്റെ പുസ്തകത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഞാൻ ചെയ്യുന്നതെന്നതിനാൽ ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയുന്നതിൽ എനിക്ക് പ്രത്യേകിച്ചും താല്പര്യമുണ്ട്. യാഥാസ്ഥിതിക സമൂഹത്തിൽപ്പെട്ടവർ പ്രധാനമായും പങ്കെടുത്തിരുന്ന ചില വേദികളിൽ ഇങ്ങനെയുള്ള പ്രഭാഷണം സ്വീകരിക്കപ്പെടുമോ എന്ന ആശങ്കയോടെ അടുത്തയിടെ എനിക്ക് പ്രസംഗിക്കേണ്ടി വന്നെങ്കിലും പ്രസംഗശേഷം ലഭിച്ച പ്രതികരണങ്ങൾ എനിക്ക് തന്നെ അതിശയകരമായാണ് തോന്നിയത്. കേവല വിശ്വാസ സമൂഹത്തിന് പോലും വിശ്വാസാതീതമായി യുക്തിഭദ്രമായും വ്യക്തതയോടെയും അവതരിപ്പിക്കപ്പെടുന്ന ആത്മവിഷയങ്ങളെ സ്വീകരിക്കാനും അത് ഉൾക്കൊള്ളുവാനും കഴിയുന്നുണ്ടെന്ന് ആണ് എനിക്ക് മനസ്സിലായത്. ഇത് വളരെ ആശാവഹമായ ഒരു കാര്യമായാണ് എനിക്ക് തോന്നിയത്. കാര്യങ്ങൾ ശരിയായി പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കാനും ആളുണ്ടെന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ചെറിയ കാര്യമല്ലല്ലോ. ശരി, നമുക്ക് ഗീതാ വിശകലനത്തിലേക്ക് പോകാം. സാഖ്യയോഗം 15-16 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ഭാഗത്തെ വിശകലനം ചെയ്ത് നിർത്തിയത്. ആത്മാവിൻ്റെ പ്രകൃതത്തെക്കുറിച്ചുള്ള ശ്ലോകങ്ങളായിരുന്നു അത് രണ്ടും. നമ്മുടെ ശരീര മനോബുദ്ധികളെല്ലാം തന്നെ മാറ്റമുള്ളതാണെന്ന്, അതായത് അസത്താണെന്ന്, മാറ്റമില്ലാത്തതായുള്ളത്, അതായത് സത്തായിട്ടുള്ളത് ആത്മാവ് മാത്രമാണെന്നുമുള്ള തിരിച്ചറിവോടെ ആത്മബോധത്തിൽ അമർന്ന് ജീവിക്കുന്നവരാണ് ധീരരെന്നും ഈ 2 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. ആത്മാവിൻ്റെ സ്വരൂപം എന്താണ്? അതാണ് ഇനി പറയാൻ പോകുന്നത്. ചിന്തിച്ച് മനസ്സിലാക്കേണ്ട വിഷയമാണിത്. ആത്മാവെന്നും ബ്രഹ്മമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഗംഭീരമായി പ്രസംഗിക്കുന്ന പലരെയും ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും കാര്യം ശരിയായി മനസ്സിലാക്കാതെയാണ് പലരും ഇതൊക്കെ പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ശരീരമുള്ള ഒരു ഈശ്വരനാണ് ആത്മാവെന്ന വിധത്തിലൊക്കെയാണ് പലരും പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ ധരിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ്. പക്ഷേ ഗീതയിൽ പറയുന്ന ആത്മാവിന്, അല്ലെങ്കിൽ വേദാന്തത്തിലെ ആത്മാവിന് ഇങ്ങനെയുള്ള ഒരു പ്രകൃതം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനാൽ ഇങ്ങനെയൊക്കെയുള്ള ധാരണകൾ വെച്ച് പുലർത്തുന്നവർ ആ ചിന്തകളെയൊക്കെ മാറ്റിവെച്ചിട്ട് ഇനി പറയാൻ പോകുന്നത് കേട്ടാലേ ആത്മാവിൻ്റെ പ്രകൃതത്തെക്കുറിച്ച് ഭഗവത്ഗീത പറയുന്നത് മനസ്സിലാകുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ആത്മാവ് എന്നാൽ ജഡശരീരങ്ങളെ ജീവനുള്ളതാക്കുന്ന ചൈതന്യമാണ്, ഊർജമാണ് എന്ന് കഴിഞ്ഞ 2-3 ശ്ലോകങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. ആത്മാവിൻ്റെ പൊതുപ്രകൃതം മാത്രമാണ് ഈ പറഞ്ഞതെങ്കിൽ ഇനി വരും ശ്ലോകങ്ങളിലൂടെ ആത്മാവിൻ്റെ സ്വരൂപത്തെക്കുറിച്ചിട്ടുള്ള വിശദമായ ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഹൈന്ദവ ധർമ്മത്തിലെ ആത്മാവ് എന്ന ശീർഷകത്തിൽ ഞാൻ സാമാന്യം നീണ്ട ഒരു ലേഖനം എഴുതി എൻ്റെ ബ്ലോഗിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ധന്യാസി എന്ന പേരിലുള്ള എൻ്റെ ബ്ലോഗിൽ നിന്നും ഈ ലേഖനം ഇപ്പോഴും വായിക്കാം. ആത്മവിഷയത്തെക്കുറിച്ച് കൂടുതലായി അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ലേഖനവും എൻ്റെ ഭഗവത്ഗീത ഭാഷ്യഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഉപകരിക്കുമെന്ന് പറയട്ടെ. ആത്മാവിനെക്കുറിച്ച് പലരും പറഞ്ഞു വച്ചിട്ടുള്ള പല കാര്യങ്ങളും യൂട്യൂബിലും മറ്റിടങ്ങളിൽ നിന്നും ലഭിക്കുമെങ്കിലും ശാസ്ത്രബുദ്ധിയിൽ നിന്നുകൊണ്ട് യുക്തിഭദ്രമായി ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നു എന്ന ഒരു ചെറിയ പ്രത്യേകത എൻ്റെ വ്യാഖ്യാനങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞേക്കും. മറ്റുള്ള വ്യാഖ്യാനങ്ങളിൽ നിന്നും മോശമാണെന്നല്ല പറഞ്ഞത്. ആ വ്യാഖ്യാനങ്ങളും വളരെ ഗംഭീരമായ വ്യാഖ്യാനങ്ങളുണ്ട്. നല്ല ഗംഭീരാശയന്മാരായ സ്വാമിജിമാരൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് എല്ലാം വായിക്കണം. ഞാൻ ഒന്നും തന്നെ തള്ളിക്കളയണമെന്നല്ല പറയുന്നത്. പക്ഷേ എൻ്റെ വ്യാഖ്യാനങ്ങളിൽ എപ്പോഴും ശാസ്ത്രയുക്തിയും
അങ്ങനെ യുക്തിസഹമായിട്ടുള്ള ഒരു അവതരണമായിരിക്കും നടക്കുന്നത്. അത് ഭഗവത്ഗീതയുടെ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ അങ്ങനെയായിരിക്കും വ്യാഖ്യാനിച്ച് പോകുന്നത്. അത് അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ അതിനൊരു ശരിയായ ബലം ലഭിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, നമുക്ക് വേദാന്ത ചിന്തയുടെ കാതലായ ആത്മാവിനെക്കുറിച്ച് ഗീത പറയുന്നത് എന്താണെന്ന് ഇനി ശ്രദ്ധിക്കാം. ഗീത പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞതാണ്. ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. എൻ്റെ ഈ വ്യാഖ്യാനങ്ങൾ പ്രധാനമായിട്ടും ശാസ്ത്രബുദ്ധിയിൽ ഊന്നി നിൽക്കുന്നതായതുകൊണ്ട് ചിലപ്പോൾ മറ്റു പലരും പറഞ്ഞിരിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ സ്വാഭാവികമായ ഒരു സംശയം ഉദിക്കാം. ഇദ്ദേഹം ഒരു ശാസ്ത്ര ഗവേഷകനായതുകൊണ്ട് ഭഗവത്ഗീതയിൽ പറയാത്ത പല കാര്യങ്ങളുമൊക്കെ കയ്യിൽ നിന്നിട്ടെടുത്ത് അദ്ദേഹത്തിൻ്റെ ന്യായീകരണങ്ങൾക്ക് വേണ്ടി വല്ലതൊക്കെ പറയുന്നതാണോ, ഇതാണോ യഥാർത്ഥത്തിൽ ഭഗവത്ഗീത, അല്ലെങ്കിൽ ഇത് വിശ്വസിക്കാമോ, നമ്മളിതൊന്നും അല്ലല്ലോ കേട്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ആ സ്വാഭാവികമായ സംശയങ്ങൾ നിങ്ങളിൽ ഉടലെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലാരിഫിക്കേഷൻ നൽകുന്നത്. അങ്ങനെ നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. കാരണം ഞാൻ ഭഗവത്ഗീതയിൽ പറയാത്ത ഒരു വാക്കുപോലും നിങ്ങളോട് പറയില്ല. കാരണം ഭഗവത്ഗീത എന്ന് പറഞ്ഞൊരു പ്രമാണ ഗ്രന്ഥമാണ്. അതിനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിലെന്തെങ്കിലും വെള്ളം ചേർക്കാനോ എൻ്റേതായ ചിന്താ പദ്ധതികൾ അവിടെ കൊണ്ടിട്ട് അതിൻ്റെ മൂല്യം കുറയ്ക്കാനോ ഞാൻ ഒരിക്കലും ശ്രമിക്കത്തില്ല, ചിന്തിക്കുക പോലുമില്ല. പക്ഷേ അതേസമയം തന്നെ ഈ ഭഗവത്ഗീത വായിക്കുമ്പോൾ എൻ്റെ ബുദ്ധിയിൽ തോന്നുന്ന, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും ശാസ്ത്രബുദ്ധിയിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഞാനതിൽ നിങ്ങളോട് പറയുകയാണ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നതിന് ചിലപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസത്തിലായിരിക്കും ഞാൻ പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് തീർത്ത് പറയാം. ഈ ഭാരതീയ വിജ്ഞാനശാഖയുടെ എല്ലാം കാതലെന്ന് പറയുന്നത് വിവേചന ബുദ്ധിയിൽ ഊന്നിയിട്ടുള്ള കർമാചരണമാണ്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ കേവലമായ അടിസ്ഥാനരഹിതമായ ഭക്തിയോ വിശ്വാസമോ ഒന്നുമല്ല. നിഷ്കാമ കർമ്മത്തെക്കുറിച്ചാണ് ഈ ഭഗവത്ഗീത ഇനി മുഴുവൻ പറയാൻ പോകുന്നത്. അപ്പോൾ അവിടെ ബുദ്ധിയാണ് പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം അങ്ങനെ ഒരു തലം ഉണ്ടായിരിക്കും. അവിടേക്കൊരു ഊന്നൽ പ്രധാനമായിട്ട് ഞാൻ നൽകും. കാരണം വേദാന്ത പ്രമാണങ്ങളെന്നത് ബുദ്ധിപരമാണെന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിപരമായ ഒരു തലം എൻ്റെ വ്യാഖ്യാനങ്ങളിൽ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നത് ശരിയാണ്. അതല്ലാതെ ഒരിക്കലും ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടില്ലാത്ത എന്തെങ്കിലും കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയില്ല. ഭഗവത്ഗീതയെ കുറച്ചുകൂടി ഭംഗിയാക്കാനല്ലാതെ ഒരിക്കലും ഭഗവത്ഗീതയ്ക്ക് എന്തെങ്കിലും കോട്ടം വരുന്ന വിധത്തിൽ ഞാൻ ഒന്നും തന്നെ നിങ്ങളോട് പറയത്തില്ല എന്ന് 100% ഉറപ്പോടെ എനിക്ക് പറയാൻ കഴിയും. എൻ്റെ പുസ്തകം വായിക്കുന്നവർക്കും അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ആത്മീയ നേതാക്കളുടെ അല്ലെങ്കിൽ ആത്മീയ ആചാര്യന്മാരുടെ പശ്ചാത്തലത്തിലുള്ള ഒരാളല്ല ഞാനെന്നതിനാൽ നിങ്ങൾക്ക് ഇതൊക്കെ വിശ്വാസയോഗ്യമാണോ എന്നുള്ളൊരു ധാരണ ഉള്ളിലുണ്ടാകേണ്ട കാര്യമില്ല എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇത്രയൊക്കെ നീട്ടിപ്പരത്തി പറഞ്ഞു എന്നേ ഉള്ളൂ. ശരി, നമുക്ക് ഇനി തുടരാം. ശ്ലോകം 17 ഇങ്ങനെയാണ്: അവിനാശിതു തദ്വിദ്ധി യേനം സർവമിദം തതം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. അർത്ഥം, ഏതൊന്നിൽ ഇതെല്ലാം വ്യാപ്തമായിരിക്കുന്നുവോ അത് നാശരഹിതമാണെന്നറിയുക. അനശ്വരമായ അതിനെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയില്ല. ആത്മാവിൻ്റെ കാര്യമാണ് ഇപ്പറഞ്ഞത്. അന്തവന്തയിമേ ദേഹ നിത്യസ്യോക്ത ശരീരിണ അനാശിനോ പ്രമേയസ്യ തസ്മാദ്യുധ്യസ്വ ഭാരത. നിത്യനും അവിനാശിയും അവിജ്ഞേയനുമായ ആത്മാവിനുള്ള ഈ ദേഹങ്ങൾ നാശമുള്ളവയാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് അർജുന, നീ യുദ്ധം ചെയ്യുക. ഇപ്പോൾ ചൊല്ലിയ സാഖ്യയോഗം 18-ാം ശ്ലോകം വളരെ തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കിയിട്ടുള്ളതും ഗീതാവിമർശകർ ഗീതയെ വിമർശിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളതുമായ ശ്ലോകമാണ്. ഇങ്ങനെ വിമർശനത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ശ്ലോകത്തിൽ വരുന്ന തസ്മാത് യുധ്യസ്വ ഭാരത, അതുകൊണ്ട് അർജുന നീ യുദ്ധം ചെയ്യൂ എന്ന് പറയുന്നതാണ്. അതായത്, എനിക്ക് യുദ്ധം ചെയ്യണ്ട, എനിക്ക് ആരെയും കൊല്ലണ്ട, എനിക്കൊന്നും രാജ്യവും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞു കലങ്ങിയിരുന്ന ഒരു സാധുവായ അർജുനനെ നീ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, നീ നിൻ്റെ ഉറ്റവരെ ഉടയവരെ എല്ലാം കൊന്നു തള്ളൂ എന്ന് പറഞ്ഞ ഒരു തീവ്രവാദിയാണ് ഭഗവത്ഗീതയിലെ കൃഷ്ണൻ എന്നാണ് ഗീതാ വിമർശകർ മുന്നോട്ട് വെക്കുന്ന ന്യായം.
അങ്ങനെയാണ് ഇത് യഥാർത്ഥത്തിൽ എങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം എന്താണോ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ആ അത്ഭുതത്തിലേ നമുക്കതിനെ കാണാൻ കഴിയൂ. ഇനി അതല്ല, ഇതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടാകുന്ന ഒരു വിഷയമാണെങ്കിൽ ഒരു പ്രമാണ ഗ്രന്ഥത്തിന് ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് അല്പം ആഴത്തിൽ ചിന്തിച്ച് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്കത് ചെയ്യാം. അടുത്ത 2 ശ്ലോകങ്ങൾ കൂടി ചൊല്ലിയിട്ട് ഈ കഴിഞ്ഞ 4 ശ്ലോകങ്ങളും കൂടി ചേർത്ത് നമുക്ക് ആ വിശദമായ ഒരു ചർച്ചയിലേക്ക് പോകാം. എൻ്റെ പുസ്തകത്തിലും വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. ഇനി 19. നയേനം വേത്തി ഹന്താരം യച്ഛൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നയം ഹന്തി ന ഹന്യതേ. അർത്ഥം, യാതൊരാൾ ഈ ആത്മാവിനെ കൊല്ലുന്നവനെന്ന് ധരിക്കുന്നുവോ യാതൊരാൾ ഇവനെ കൊല്ലപ്പെട്ടവനെന്ന് ഗണിക്കുന്നുവോ ആ 2 പേരും വാസ്തവം അറിയുന്നില്ല. ആത്മാവ് ആരെയും കൊല്ലുന്നില്ല, ആത്മാവിനെ ആരും കൊല്ലുന്നുമില്ല. 20. ന ജായതേ മ്രിയതേ വാ കദാചിന്നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യഃ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അർത്ഥം, ഈ ആത്മാവ് ഒരിക്കലും ജനിക്കുന്നില്ല, മരിക്കുന്നുമില്ല, ജനിച്ചിട്ട് വീണ്ടും ജനിക്കാതിരിക്കുന്നുമില്ല. ജനനമില്ലാത്തവനും സ്ഥിരനും പണ്ടേയുള്ളവനുമായ ഇവൻ ശരീരം ഹതമാകുമ്പോൾ ഹനിക്കപ്പെടുന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ചൊല്ലിയ 4 ശ്ലോകങ്ങളിലും ആത്മാവിൻ്റെ സ്വരൂപം എന്താണ് ഈ ആത്മാവ് എന്ന് പറയുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നതിനെ പൊതുവെ ഞാനൊന്ന് പറയാം, നമുക്കതിനുള്ളിലേക്ക് വീണ്ടും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ പറഞ്ഞത് ആത്മാവ് നാശരഹിതനാണ്, നിത്യനാണ്, അപ്രമേയനാണ്. അപ്രമേയൻ എന്ന് പറഞ്ഞാൽ അറിവിന് വിഷയമല്ലാത്തവൻ, അജനാണ്, ജനനമില്ലാത്തവനാണ്, അല്ലെങ്കിൽ മരണമില്ലാത്തവനാണ്, ശാശ്വതനാണ്, അല്ലെങ്കിൽ എന്നും ഉള്ളവനാണ്, പുരാണനാണ്, എന്നുവെച്ചാൽ പണ്ടുപണ്ടേ ഉള്ളവനാണ്. ഇക്കാണുന്ന പ്രപഞ്ചമെല്ലാം അതിനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം? ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ഏതിൻ്റെയും തുടക്കമെന്നാൽ ജനനവും ഒടുക്കമെന്നാൽ മരണവും എന്നാണ് നാം എല്ലാം ചിന്തിച്ചിരിക്കുന്നത്. അതായത് ശരീരം സ്ഥിരമായുള്ളതല്ല. പക്ഷേ ആത്മാവ് അങ്ങനെയല്ല. അതിന് തുടക്കവും ഒടുക്കവും ഇല്ല. തുടക്കം എന്നാണെന്ന് പറയാൻ കഴിയാത്തതിനാൽ അത് പണ്ടേ ഉള്ളതാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതിനാണ് പുരാണൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒടുക്കമില്ലാത്തതാകിയാൽ അത് ഇനി മേലിലും ഉള്ളതാണെന്ന് വരുന്നു. തുടക്കവും ഒടുക്കവും ഇല്ലാത്തത് എന്തും സ്ഥിരമായുള്ളതായിരിക്കണമല്ലോ. അങ്ങനെ നാശരഹിതനായുള്ള ആത്മാവ് നിത്യനും, അതായത് എറ്റേണൽ, ശാശ്വതനുമാകാതെ, അതായത് ചേഞ്ച്ലെസ്, തരമില്ല. കഴിഞ്ഞ 5-6 ശ്ലോകങ്ങളായി നാം ആത്മാവിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാവിൻ്റെ പ്രകൃതങ്ങൾ എന്താണ്, സ്വരൂപം എന്താണ് എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഏതാണ്ട് 10ഓളം ശ്ലോകങ്ങൾ ഈ ഭാഗത്ത് തന്നെ ഈ ആത്മാവിനെ കുറിച്ചുള്ള വർണ്ണനകളായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു ചർച്ചയിലേക്ക് പോകേണ്ടതില്ല. ഇത്രമാത്രം പറയാം, ആത്മാവ് എന്ന് പറയുമ്പോൾ നാം ഏതെങ്കിലും വ്യക്തിരൂപത്തിലുള്ള ഒരു ഈശ്വരനായിട്ടോ മറ്റോ സങ്കല്പിക്കേണ്ടതില്ല. ഇത് സർവവും വ്യാപ്തമായി നിൽക്കുന്ന ബോധമാണ് എന്ന് കൃത്യമായി പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിനെ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു മുറിയിൽ ഒരു വാതകം തുറന്നു വിട്ടു കഴിഞ്ഞാൽ ആ വാതകം എവിടെയൊക്കെ അതിന് കടക്കാൻ കഴിയുന്നു അവിടെ എല്ലാം അത് പോയി നിറയും. അതായത് ആ വാതകമില്ലാത്തതായ ഒരിടവും ആ മുറിയിലില്ല എന്ന് പറയുന്ന പോലുള്ള ഒരു അവസ്ഥയാണ്. ആത്മബോധമില്ലാത്ത 1 ഇഞ്ച് സ്ഥലവും 1 മില്ലിമീറ്റർ സ്ഥലവും ഈ ലോകത്തിലെങ്ങുമില്ല, അല്ലെങ്കിൽ ഈ ശരീരത്തിലില്ല എന്ന് പറയുന്നത്. അത് അപ്പോൾ ഇതിൻ്റെ ആ വ്യാപ്തി അല്ലെങ്കിൽ ഇതിൻ്റെ സർവ്വവ്യാപ്തിയെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിൽ ചിന്തിക്കുക. ഇത് നമുക്ക് മനസ്സിലാകും. ഇത് വളരെ സങ്കീർണ സ്വഭാവമുള്ള ഒരു തത്വശാസ്ത്രമാണ്, അല്ലെങ്കിൽ ചില തത്വവിചാരത്തിലൂടെ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ആത്മാവ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ നമ്മൾ ഒരു 3 ഡൈമെൻഷണൽ ഫോമിലൊക്കെ ചിന്തിച്ചുകൊണ്ടൊന്നും ഇത് പോകരുത് എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ ഈ ആത്മാവില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ ബോധമില്ല എങ്കിൽ ഒരു വസ്തുവും ജീവനുള്ളതാകില്ല. എന്തിനേയും ജഡശരീരത്തെ അല്ലെങ്കിൽ എന്ത് ജഡവസ്തുവിനെയും സചേതനമാക്കുന്നത് അല്ലെങ്കിൽ ജീവനുള്ളതാക്കുന്നത് ഈ ആത്മാവാണ്. ഈ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വിഷയം കൂടിയുണ്ട്. ഇതിനെ
നമ്മുടെ ഇന്ദ്രിയ മനോബുദ്ധികൾ കൊണ്ട് അളക്കാൻ കഴിയില്ല. അതായത് നമ്മൾ എന്തിനേയും കുറിച്ചും അറിയുന്നത്, ഏതൊരു അറിവും നമ്മൾ സമ്പാദിക്കുന്നത് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും കൊണ്ട് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ആത്മാവിനെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ആത്മാവിൻ്റെ ശക്തിയാലാണ് ഈ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുന്നത്. അപ്പം ഇതെല്ലാം വെറും ഉപകരണങ്ങൾ മാത്രമാണ്. ഈ ഉപകരണങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് ആത്മാവാണ്. അപ്പം ഈ ജഡവസ്തുക്കളായ ഉപകരണങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ആത്മാവിനെ എങ്ങനെയാണ് ഈ ഉപകരണങ്ങൾക്ക് അളക്കാൻ കഴിയുക? അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും ഒന്നും ആത്മാവിനെ അളക്കാൻ കഴിയില്ല. അതുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യർ വിചാരിച്ചാൽ ഈ ആത്മാവെന്നൊക്കെ പറഞ്ഞ വളരെ ഒരു ഏതാണ്ട് ഒരു ക്രൂഡ് പിക്ചർ നമ്മുടെ മനസ്സിൽ കിട്ടുമെന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ നമുക്ക് അത് മനസ്സിലാക്കാൻ പോലും കഴിയില്ല. അത് വളരെ സങ്കീർണ സ്വഭാവമുള്ള ഒരു തത്വശാസ്ത്രമാണിത്. ഇതിൻ്റെയൊക്കെ ആന്തരിക വിഷയങ്ങളിലേക്ക് ഋഷീശ്വരന്മാർക്ക് കടന്നിട്ടുണ്ട്. നമുക്ക് അത്തരം വിഷയങ്ങളിലേക്കൊക്കെ ആഴ്ന്നിറങ്ങി ചിന്തിച്ചിട്ട് വലിയ കാര്യമില്ല. നമുക്ക് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള ആത്മവിഷയം മനസ്സിലാക്കുക മാത്രമാണ് ആവശ്യം. ഇനി 19-ാം ശ്ലോകത്തിൽ തസ്മാത് യുദ്ധസ്വ ഭാരത, അതായത് അർജുന യുദ്ധം ചെയ്യൂ എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്ന ആ വിവാദ ശ്ലോകഭാഗത്തെക്കുറിച്ച് അല്പം ചിന്തിക്കാം. വിവാദം ശ്ലോകഭാഗമെന്ന് ഞാൻ പറഞ്ഞതിൽ നിന്നും ഭഗവത്ഗീത എന്തെങ്കിലും വിവാദം സൃഷ്ടിക്കുന്നു എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. ഈ ശ്ലോകത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് വ്യാഖ്യാതാക്കൾ ഉണ്ടാക്കുന്ന വിവാദവും അത് സമൂഹത്തിൽ പരത്തുന്നതും ഒക്കെ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഭഗവത്ഗീത വിവാദമൊന്നും സൃഷ്ടിക്കുന്നില്ല. ഭഗവത്ഗീതയിൽ എഴുതിയിരിക്കുന്നത് ശരിയാണ്, അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ നോക്കിക്കാണുന്ന ആളുകൾക്ക് അവരുടെ താല്പര്യങ്ങളും എല്ലാം കൂടെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ അജ്ഞാനജന്യമായ ചിന്തകളുമൊക്കെ വെച്ചുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിവാദമാണ് ഈ കാര്യം. നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഇതേത് ഭാഗത്താണ് ഈ ശ്ലോകഭാഗം വരുന്നത്? അതായത് അർജുനനെ യുദ്ധം ചെയ്യേണ്ട എന്ന് പറഞ്ഞ് അമ്പും വില്ലുമെല്ലാം താഴെയിട്ട് വിഷമിച്ച് എനിക്ക് എൻ്റെ ബന്ധുമിത്രാദികളെ കൊല്ലാൻ കഴിയില്ല എന്ന് പറയുന്ന അർജുനനോട് ഈ ആത്മപ്രകൃതത്തെക്കുറിച്ച് വർണ്ണിച്ചതിന് ശേഷം ആ ശരീരത്തിൻ്റെ ഉണ്മ എന്ന് പറയുന്ന ആത്മാവാണെന്നും ഭീഷ്മർ ദ്രോണർ മുതലായ ബന്ധുജനങ്ങളെയും പിതാമഹന്മാരും ഗുരുവര്യന്മാരെയും ഒന്നും തന്നെ നീ കൊല്ലാൻ പോകുന്നില്ലെന്നും കൊല്ലാൻ പോകുന്നത് അവരുടെയൊക്കെ ജഡശരീരങ്ങളെ മാത്രമാണെന്നും അത് ഏതായാലും ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ കൈകൊണ്ടല്ല മറ്റൊരാളുടെ കൈകൊണ്ടാണെങ്കിലും മരിക്കാൻ പോകുന്നതാണെന്നും പിന്നെ നീ എന്തിനാണ് അതിനെക്കുറിച്ചൊക്കെ അനാവശ്യമായിട്ട് ദുഃഖിക്കുന്നതെന്നും അവരുടെ എല്ലാം ഉണ്മയായ ആത്മാവ്, ജഡശരീരങ്ങൾക്ക് ജീവൻ പകരുന്ന ആത്മാവ് നശിക്കാത്ത സ്ഥിതിക്ക് അവരൊരിക്കലും ഇവിടെ നിന്ന് മരിച്ചു പോകുന്നില്ല എന്നും പറഞ്ഞതിന് ശേഷം പറയുകയാണ്, അതിനാൽ നീ യുദ്ധം ചെയ്യൂ അർജുന എന്ന് പറഞ്ഞു. അപ്പോൾ ഈ യുദ്ധം ചെയ്യാൻ അർജുനനോട് പറയുമ്പോൾ നാം ആലോചിക്കണം, ആരാണ് ഈ അർജുനൻ? പാണ്ഡവപക്ഷത്തിൻ്റെ ഏറ്റവും കരുത്തനായ യുദ്ധ പോരാളിയാണ് അർജുനൻ. അതായത് നമ്മുടെ ഒരു യുദ്ധ സമയത്ത്, ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയും ഉള്ള യുദ്ധ സമയത്ത് യുദ്ധമെല്ലാം ചെയ്യാനെല്ലാം തയ്യാറായിരിക്കുകയാണ്. അടുത്ത ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങുകയാണ്. ഈ സമയത്ത് നമ്മുടെ കമാൻഡർ പറയുകയാണ്, എനിക്ക് എൻ്റെ വീട്ടുകാരെ കുറിച്ചൊക്കെയുള്ള ഓർമ്മ വരുന്നു, അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യായിരുന്നു എന്ന് നമുക്കെന്ത് തോന്നും? നമുക്ക് ആ മനുഷ്യനോട് പുച്ഛമല്ലേ തോന്നുന്നു. കാരണം അങ്ങയുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല അവിടെ പോയി നിൽക്കുന്നത്. ആ മനുഷ്യൻ നിൽക്കുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ധാർമ്മികതയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു നിലപാടെടുത്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പം വ്യക്തി ചിന്തകൾ എന്ന് പറയുന്നത് ഇവിടെ പ്രസക്തമല്ല. ഇത് തന്നെയാണ് ഈ ഭാഗത്ത് അർജുനനോട് കൃഷ്ണൻ പറയുന്നത്. കൃഷ്ണൻ പറയുന്നത് നീ ചിന്തിക്കുന്നതെല്ലാം വ്യക്തിപരമായിട്ട് നിൻ്റെ ചില കൊച്ചു കൊച്ചു താല്പര്യങ്ങളെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അതിനല്ലല്ലോ നീ ഇവിടെ വന്നിരിക്കുന്നത്. നീ ഇവിടെ വന്നിരിക്കുന്നത് ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ടാണ്. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞാൽ യുദ്ധം എന്ന് പറയുന്നത് ഇവിടെ അർജുനൻ ക്ഷത്രിയ വീരനായി യുദ്ധം എന്ന കർമ്മം ചെയ്യാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഈ യുദ്ധം ചെയ്യൂ എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിനെ നമ്മൾ ബാധ്യസ്ഥമായ കർമ്മം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു അർജുനനോടായിരുന്നില്ല കൃഷ്ണൻ പറയുന്നത്. കൃഷ്ണൻ ഒരു പക്ഷേ നമ്മുടെ വീട്ടിലുള്ള ഒരു സാധാരണ വ്യക്തിയോടാണ് പറഞ്ഞെങ്കിൽ, എൻ്റെ കുഞ്ഞെ നീ നിൻ്റെ സമയം കളയാതെ നിനക്ക് ഉദ്ദേശിച്ചിരിക്കുന്ന ബാധ്യസ്ഥമായ കർമ്മം നീ ഇവിടെ വെച്ച് ചെയ്യൂ. നീ നിൻ്റെ സമയം കളഞ്ഞു കുളിക്കാതെ ആ കർമ്മം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാത്രമേ ഈ ലോകത്തിൽ നിലനിൽക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തസ്മാത് യുദ്ധസ്വ ഭാരത എന്ന് പറയുന്നത്, യുദ്ധം എന്ന് പറയുന്നത് ബാധ്യസ്ഥമായ കർമ്മമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വിവാദമെല്ലാം അതോടെ തീരും. ഇനി ഈ വിഷയത്തെ തത്വചിന്താപരമായും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ പ്രഭാഷണ പരമ്പരയുടെ ആദ്യ ഭാഗത്ത്
കഠോപനിഷത്തിലെ രഥകൽപ്പനയുടെ ചിത്രീകരണമാണ് ഭഗവത്ഗീത ചിത്രമായി സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ വിശദീകരിച്ചിരുന്നു. പഞ്ചേന്ദ്രിയങ്ങളായ അശ്വങ്ങൾ വലിക്കുന്ന ശരീരമാകുന്ന രഥത്തിൻ്റെ നിയന്ത്രണം ബുദ്ധിയാകുന്ന കൃഷ്ണൻ്റെ കൈകളിൽ ഏൽപ്പിച്ചാലേ ശരീരം സുരക്ഷിതമായ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരൂ എന്നാണ് ഈ ചിത്രത്തിൻ്റെ താത്വികാർത്ഥം. അതായത് മനുഷ്യജീവിതത്തിൻ്റെ താത്വിക വശമാണ് ഗീതാപ്രമേയമെന്നാണ് ഈ ചിത്രം വ്യക്തമാക്കുന്നത്. ഇനി നമുക്ക് ഗീതോപദേശം നൽകുന്ന സ്ഥലത്തെക്കുറിച്ച് അല്പം ചിന്തിക്കാം. മനുഷ്യരും മൃഗങ്ങളും തേരുകളും ആയുധങ്ങളുമെല്ലാം നിറഞ്ഞ വളരെ ശബ്ദായമാനമായ യുദ്ധക്കളത്തിലാണ് ഗീതോപദേശം നടക്കുന്നത്. ഉപദേശം നൽകാൻ ഇങ്ങനെയൊരു സ്ഥലം ആരെങ്കിലും തിരഞ്ഞെടുക്കുമോ? കൃഷ്ണൻ വിചാരിച്ചാൽ രാജധാനിയുടെ സുഖശീതളിമയിലോ അല്ലെങ്കിൽ മനുഷ്യവാസമില്ലാത്ത ഏതെങ്കിലും കാനന പ്രദേശങ്ങളിലോ അർജുനനെ വിളിച്ചുകൊണ്ടുപോയി ഉപദേശം നൽകാമായിരുന്നില്ലേ? അപ്പോൾ ഇതെന്താണ് അർത്ഥമാക്കുന്നത്? നാം ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു യുദ്ധക്കളമല്ല ഗീത ഉദ്ദേശിക്കുന്നതെന്നല്ലേ? മനുഷ്യ മനസ്സാണ് ഗീതയുടെ യുദ്ധക്കളം എന്ന് ചില വ്യാഖ്യാതാക്കളെങ്കിലും പറഞ്ഞു വച്ചിട്ടുണ്ട്. കഠോപനിഷത്തിലെ രഥകൽപ്പനയാണ് ഗീതയുടെ സാരാംശമെങ്കിൽ ഗീത ഉദ്ദേശിക്കുന്ന യുദ്ധക്കളം മനുഷ്യ മനസ്സുകളായിരിക്കണം. അവിടെ ധാർമ്മികതയും അധാർമികതയും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. അപ്പോൾ തസ്മാത് യുദ്ധസ്വ ഭാരത, ദെയർഫോർ ഫൈറ്റ് ഓ അർജുന എന്നതിനെ മടിച്ചു നിൽക്കാതെ അധാർമികതയോട്, നീതികേടിനോട്, തെറ്റിനോട് സമരം ചെയ്യൂ എന്ന നമ്മുടെ ബുദ്ധി, മനസാക്ഷി, അതാണ് കൃഷ്ണൻ, ജീവന്, അതായത് മനസ്സിന്, അതായത് അർജുനന് നൽകുന്ന നിർദ്ദേശമായി ചിന്തിക്കേണ്ടി വരും. ദൃശ്യതലത്തിൽ നാം കണ്ട യുദ്ധക്കളവും യുദ്ധവും ഒന്നും ഗീതയിലില്ലെങ്കിൽ പിന്നെ ഏത് ഹിംസാത്മകമായ യുദ്ധത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സനാതനധർമ്മത്തിൽ ഹിംസയ്ക്ക് സ്ഥാനമില്ല. ഗീത പറയുന്നത് ഋഷി മനസ്സുകൾ കണ്ടെത്തിയ വലിയ തത്വശാസ്ത്രങ്ങളാണ്, പ്രപഞ്ച സത്യങ്ങളാണ്. ബൗദ്ധികമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയത്തെ വൈകാരികമായ ഭക്തിവിശ്വാസ വിഷയമായി കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും പല ആശയക്കുഴപ്പങ്ങളും അതിൽ നിന്നും തെറ്റിദ്ധാരണകളും ഉണ്ടാകും. അത് വിവാദങ്ങളായി സമൂഹത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. എൻ്റെ നോട്ടത്തിൽ ഗീതാ വിവാദങ്ങൾക്ക് നല്ലൊരു പരിധിവരെ കാരണമായിട്ടുള്ളത് ഇതാണ്. വിശ്വാസപൂർവ്വം ചിന്തിക്കേണ്ട ഒരു ചരിത്ര സംഭവമല്ല ഗീതോപദേശം. മറിച്ച് ആർഷഭാരത തത്വദർശനങ്ങളെ മാനവരാശിയുടെ പ്രയോജനത്തിലേക്കായി പ്രചരിപ്പിക്കാനായി ഗീതാകാരൻ ഉണ്ടാക്കിയ ഒരു സന്ദർഭ സൃഷ്ടിയാണ് ഗീതാ പശ്ചാത്തലം എന്ന് കരുതിയാൽ ഗീതയിലെ എല്ലാ ശ്ലോകങ്ങളെയും യുക്തിഭദ്രമായി വ്യാഖ്യാനിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മഹാഭാരതത്തിലെ തന്നെ മറ്റൊരു കഥയായ നളചരിതത്തെ ആസ്പദമാക്കി ഉണ്ണായി വാര്യർ രചിച്ചിട്ടുള്ള ആട്ടക്കഥയെ പഠിക്കാൻ ശ്രമിച്ചപ്പോഴും എൻ്റെ മുമ്പിൽ വന്ന പ്രശ്നം ഇതുതന്നെയാണ്. വ്യാസനും ഉണ്ണായി വാര്യരും ഭക്തിവിശ്വാസപരമായ അല്ലാതെ നളകഥ പറയാൻ ശ്രമിച്ചപ്പോൾ ഇത് വ്യാഖ്യാനിച്ചവരിൽ പലരും അതിൽ ഭക്തിവിശ്വാസങ്ങൾ കലർത്തി ആ മഹനീയ ഗ്രന്ഥത്തെ ഒരു യുക്തിഭദ്രമല്ലാത്ത ഗ്രന്ഥമാക്കി മാറ്റിയെന്നതാണ് സത്യം. വൈകാരികമായ ഭക്തിവിശ്വാസ തലത്തിൽ ഊന്നിയുള്ള വ്യാഖ്യാനങ്ങൾ ബൗദ്ധികമാനങ്ങളുള്ള നമ്മുടെ മൗലിക കൃതികളെ അവയുടെ രചയിതാക്കൾ ഉദ്ദേശിക്കാത്ത തലത്തിലേക്ക് എത്തിക്കുന്നുണ്ടോ? ഉണ്ടെന്നാണ് എൻ്റെ പരിമിതമായ വായനയിലും പഠനങ്ങളിലും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാനീ പറഞ്ഞതിനോട് നിങ്ങൾ ചിലർക്ക് യോജിപ്പുണ്ടാകാം, കൂടുതൽ പേർക്കും വിയോജിപ്പുണ്ടാകാം. കാരണം കാലാകാലങ്ങളായി നാം വിശ്വസിച്ചു പോരുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായി ചിന്തിക്കുവാൻ മനസ്സ് സമ്മതിക്കില്ല എന്നത് തന്നെ. ഗീതയെപ്പോലെ ഒരു പ്രമാണ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയെല്ലാം യുക്തിഭദ്രമായി വിശദീകരിക്കാൻ ആ വ്യാഖ്യാനത്തിന് കഴിഞ്ഞാൽ അത് മതി. പക്ഷേ ചില ശ്ലോകങ്ങളെയെങ്കിലും ആ വ്യാഖ്യാനത്തിനുള്ളിൽ ഒതുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ വ്യാഖ്യാനത്തിൻ്റെ അപാകതയിലേക്കാണത് വിരൽ ചൂണ്ടുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതും ഉണ്ട്.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഞായറാഴ്ച കാണാം. എല്ലാവർക്കും നമസ്കാരം.